ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നല്ല നാടൻ പുളിശ്ശേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാലോ, വളരെ ഈസി ആയിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരേപോലെ കൊടുക്കാൻ പറ്റുന്ന ഒരു ഒഴിച്ചുകൂട്ടാനാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. വീഡിയോയിലോട്ട് കിടക്കാം. പുളിശ്ശേരിക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു അരമുറി തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒരു കാൽഭാഗം ഞാനിവിടെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ 1/2 ലിറ്റർ മോരിനുള്ള പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഒരു 4 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തൈര് 1/2 ലിറ്ററാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ആദ്യം ആ മിക്സിയിലിട്ട് അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ തൈര് കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. കഷ്ണമൊന്നും കാണരുത്, നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണ് അത് ചൂടാക്കുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കതിന് വേണ്ടുന്ന ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇനി ഇതിനെ സ്റ്റൗവിൽ വെച്ചൊന്ന് ചൂടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് തിളച്ച് തുടങ്ങുന്ന കാണാമല്ലോ അല്ലേ. ആ തിളച്ച സമയത്ത് തന്നെ നമുക്ക് സ്റ്റൗ സ്വിച്ച് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ അത് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ 2 പൊടികൾ കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ആരും മറക്കരുത് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇനി നമ്മളിത് കടുക് താളിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കടുക് താളിക്കുന്നതിനകത്ത് നമ്മൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വളരെ ഈസി റെസിപ്പി ആയിട്ടുള്ള പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. അപ്പോൾ ഇതേപോലെ ഒരു ഈസി വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും എൻ്റെ താങ്ക്സ്. ബൈ.